ഓരോ വിധത്തിൽ ഓരോരുത്തരും എന്നെ ചതിച്ചു. ദൈവവിധിയും എല്ലാത്തിനും കൂട്ടുനിന്നു. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രം, എന്റെ ജയേട്ടന്, എന്റെ മക്കള്. നഷ്ടപ്പെടുത്തിയത് ദൈവം വിധിയൊന്നുമല്ല, നീ തന്നെയാണ്. നീ എടുത്ത തീരുമാനം തെറ്റായി പോയാതി. ഒരു ഭാര്യ എന്ന നിലയിൽ ഇതല്ലായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്. നീ എന്നല്ല, ഒരു ഭാര്യ ഇങ്ങനെ ചെയ്യരുത്. എത്ര തവണ നിനക്ക് എല്ലാം തുറന്നു പറയാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, എന്നിട്ടും നീ എല്ലാം ഒളിച്ചു വെച്ചു. സ്വന്തം മക്കളെയും ജീവിതവും നിനക്ക് നഷ്ടപ്പെട്ടു, ഒപ്പം ഞാനും. ഇപ്പോ മറ്റൊരു പെണ്ണിന്റെ ജീവിതത്തിലുണ്ട്, എന്റെ ഭാര്യയായിട്ട്. അവളോടൊപ്പം എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെന്നതാണ് അവളുടെ പ്രശ്നവും പരാതി. സത്യത്തിൽ എനിക്ക് അവളോട് കഴിയാഞ്ഞിട്ടാണ്. വിജയൻ എന്റെ സ്വന്തം സഹോദരനല്ലെന്ന് സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇത്രയും സ്നേഹിച്ചത്. ആരോടും ഞാനത് പറഞ്ഞില്ല. ആരും ഒരു വാക്കുകൊണ്ട് പോലും അവനെ നോവിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അവനാ എന്റെ ജീവിതവും മനസ്സും വെട്ടിക്കേറിയിട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ജയേട്ടന്റെ അനിയൻ, എന്റെ സഹോദര തുല്യം. അവനെ ഞാൻ എങ്ങനെ സംശയിക്കും? സ്നേഹിച്ചു, എന്റെ സഹോദരനെ പോലെ. പക്ഷെ അവന്റെ മനസ്സിലൊരു പിശാച് മറഞ്ഞിരുന്നു. മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, പ്രവൃത്തിയിലും അത് തന്നെയാ. അതിനുള്ള ജീവിക്കുന്ന തെളിവല്ലേ ഏട്ടത്തി. ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല ഏട്ടത്തി. അതെ, സത്യത്തിൽ ഞാനാണ് തെറ്റെന്ന ഇപ്പൊ എന്റെ സംശയം. ഒരിക്കലെങ്കിലും അവൻ എന്റെ സ്വന്തം സഹോദരനല്ലെന്ന സത്യം ഞാൻ നിന്നോടെങ്കിലും പറയണമായിരുന്നു. മാപ്പ്. ചേട്ടൻ എല്ലാവരെയും സ്നേഹിച്ചു. ആ തെറ്റ് മാത്രമേ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അനുഭവിക്കാൻ യോഗമില്ലാതെ പോയി. ചേട്ടൻ തിരിച്ചു വയ്ക്കും, ഇല്ലെങ്കിൽ ലേഖയ്ക്ക് സംശയം തോന്നും. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവള് ഒരു ഭാര്യ. ഭർത്താവിനെ നഷ്ടപ്പെടുമെന്നുള്ള പേടി അവൾക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിനക്കറിയല്ലേ? നീ പറഞ്ഞത് ശരിയാ. എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്നുള്ള പേടി എനിക്കുണ്ട്. ലേഖ, ഞാൻ വന്നത് എനിക്കറിയാം, ഇവളെ ആശ്വസിപ്പിക്കാനല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്കും ആശ്വസിപ്പിക്കലിനും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. കഴിഞ്ഞതെല്ലാം നീയും മറക്കണം. ഒരു പുതിയ ജീവിതത്തിലേക്ക് പോണം. പറ്റുമെങ്കിൽ ഒരു വിവാഹവും കഴിക്കണം. ശരിയല്ലേ വരദേ? വരദയല്ലേ ഈ കുടുംബത്തിലേക്ക് ആദ്യം വന്ന പെണ്ണ്? അപ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് വരദയല്ലേ? ലേഖ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഈ സങ്കടം നമുക്കാർക്കും മനസ്സിലാവില്ല. അത് അനുഭവിക്കുക തന്നെ വേണം. നഷ്ടപ്പെട്ടവർക്ക് വേദനിക്കും, അതിൻ്റെ വിലയറിയും. ഇതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് അരുന്ധതിയേട്ടത്തേക്ക് പോവാൻ കുറച്ച് സമയം കൊടുക്കണം. ലേഖ, ഞാൻ ലേഖയ്ക്ക് ഒരു തടസ്സമാവില്ല. ജയേട്ടനെ തട്ടിയെടുക്കാൻ ഞാനിനി വരികയില്ല. പക്ഷെ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം. 13 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്വർഗം ഒരു നിമിഷം കൊണ്ട് ഒരുത്തൻ തകർത്തിട്ട് പോയത്. അന്ന് അമ്മ എന്നെ ആ രാത്രി അവിടെ നിറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഇത് സംസാരിക്കാൻ ലേഖ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുമായിരുന്നില്ല. അറിയോ? വളർത്തു മകനും സ്വന്തം മകനും തമ്മിൽ അടിച്ചു മരിക്കാതിരിക്കാൻ അമ്മ എന്നെ ബലിയാടാക്കി. എന്റെ ജീവിതം ഇല്ലാതാക്കിയത് ചേട്ടന്റെ അമ്മ തന്നെയാണ്. തിരിച്ചു വന്നോട്ടെ ഞാൻ കാലു പിടിച്ച് ചോദിച്ചപ്പോഴും അമ്മ സമ്മതിച്ചില്ല. നീ പറയുന്നൊക്കെ ശരിയായിരിക്കും, എനിക്ക് നിന്നോട് സഹതാപവും ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം ഉപേക്ഷിക്കണം. മതി, ആശ്വസിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ പോവാം. അല്ല, ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതും ആവാം.
ഒന്നുമില്ല. നിന്നോട് ഒരു ദേഷ്യം എനിക്കില്ല. പക്ഷെ ജയേട്ടന് വേണ്ടി ഒരു മത്സരം നമ്മൾ തമ്മിൽ ഇനി വേണ്ട. എന്റെ ഭർത്താവിനെ ഇനി മേലിൽ നീ കാണരുത്. നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? കൊല്ലും ഞാൻ അവനെ. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. ഇത്ര അറിഞ്ഞിട്ട് ഞാൻ മിണ്ടായിരിക്കണമെന്നാണോ നീ പറയുന്നത്? നമ്മളെ മോളോടി ചെയ്തതിന് കൊല്ലണ്ടേടി അവനെ. അച്ഛ ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? അയാളെ പോലീസും കൊണ്ടുപോയി. ഇനി അച്ഛടെ പോയിട്ട് എന്ത് ചെയ്യാനാ? വേണമെങ്കിൽ ശങ്കരാലയത്തിൽ ചെന്ന് കുറെ ബഹളം ഉണ്ടാക്കാം. നിങ്ങളെ പോലെ മനസ്സ് വേദനിച്ചൊരുത്തനെ വിളിപ്പില്ലേ? അവനത് കൂടുതൽ സങ്കടമാകെ തന്നെ ഉള്ളൂ. സഹിക്കാൻ പറ്റണ്ടേടി. എത്ര നാളുകൊണ്ട് ഉള്ളിൽ അടക്കി വെച്ച സങ്കടത്തിനാ ഇന്ന് ഉത്തരം കിട്ടിയത്. ഇത്രയും ദിവസം അവൾ ഇക്കാര്യം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അവള് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലോ അവിടുന്ന് എന്ത് നടക്കുമായിരുന്നു? അച്ഛനും നന്ദുട്ടിനും കൂടെ പോയി അവനെ കൊല്ലത്തില്ലായിരുന്നോ? അപ്പൊ ആരാ ജയിലിൽ പോകുന്നേ? എന്റെ അമ്മയുടെ അവസ്ഥ എന്താ പോയിരുന്നു? അവളത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തെന്നേ ഞാൻ പറയൂ. അവനെ പോലീസ് പിടിച്ചില്ലേ? ദേ, മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖവും വരുത്തി വെക്കരുത്. അച്ഛന്റെ സങ്കടം തീർക്കാൻ ഇപ്പൊ എന്ത് വേണം? അവന്റെ മോന്ത കെട്ട് 4 എണ്ണം പൊട്ടിക്കണം, അത്രല്ലേ വേണ്ടോ? ആ, അതിനുള്ള അവസരമൊക്കെ അന്തോണീസ് പുണ്യാളം കൊണ്ടുവരും. അച്ഛാ, വിഷമിക്കല്ലേ അച്ഛാ. ഇതിപ്പോ എല്ലാത്തിനും ഉത്തരം കിട്ടിയില്ലേ? അച്ഛന്റെ മനസ്സിൽ അവനോടുള്ള വൈരാഗ്യം നമുക്ക് തീർക്കാം. ഞാനല്ലേ പറയുന്നേ? അച്ഛൻ കരഞ്ഞ പിന്നെ ഈ വീട്ടിൽ എല്ലാവരുടെയും ധൈര്യം പോവും. സാരയില്ല മോളെ, സാരയില്ല. നീ ഇത് ഇത്രയും ദിവസം കൊണ്ടു നടന്നല്ലോടി മോളെ. അമ്മേ, ചുമ്മാ കാരണം സീൻ സെന്റിയാക്കല്ലേ. ചേച്ചിയുടെ ബുദ്ധിയും ധൈര്യവും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അമ്മേ, അമ്മ പോയി ചേച്ചിക്ക് നല്ലൊരു ചായ കൊണ്ട് കൊടുത്തേ. ചേച്ചി ആകെ ക്ഷീണിച്ചിരിക്കുക. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ ഇങ്ങനെ കരയുന്നേ? നല്ല ധൈര്യമായിട്ടിരിക്കണം ചേച്ചി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 2 എണ്ണം പൊട്ടിച്ചോ? ജയേട്ടനോ? ആ, അത് ശരി. അപ്പോ ഇന്നവന് പെരുന്നാളായിരുന്നല്ലേ? ഞാനെങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ കുത്തി കീറിയേനെ. ഇപ്പൊ ചേച്ചിയുടെ എല്ലാ സങ്കടങ്ങളും മാറിയില്ലേ? ഇല്ല മോളെ, എന്റെ സങ്കടം ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല. ഞാൻ മരിച്ചു മണ്ണടിയുന്നത് വരെ അതിന്റെ കൂടെ ഉണ്ടാവും. ചേച്ചി ചുമ്മാ സെന്റി ഡയലോഗ് അടിച്ച് കരയല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങൾ ഈ കടപ്പുറത്തുകാരുടെ ജീവിതം കണ്ടിട്ടില്ലേ? കാറ്റും വെയിലും മഴയും കടലാക്രമണവും എല്ലാം സഹിച്ച് സ്വരുക്കുട്ടി കൊച്ചു കൊച്ചു ജീവിതങ്ങൾ ഉണ്ടാക്കും. ഒടുവിലൊരു സുനാമി വന്ന് എല്ലാം കൂടി പറിച്ചെടുത്തോണ്ട് പോകും. വീടും കുടുംബവും വള്ളവും വലയും അങ്ങനെ എല്ലാം. പക്ഷെ കാറും കോളും കൊണ്ട കടലിൽ ഞങ്ങളുടെ ആണുങ്ങള് പിന്നെയും പുതിയ സ്വപ്നങ്ങൾക്കായി വല വീശും. അത് കണ്ടാ ഞാൻ വളർന്നത്.
അതുകൊണ്ട് പറയുക. ഇതുകൊണ്ടൊന്ന് ചേച്ചി തളർന്നു പോരുത്. പിന്നെ അവനിട്ട് കൊടുത്തത് മതിയായില്ലെങ്കിലേ നമുക്ക് ഇനി അവനെ ഇടിക്കാം. എന്താ വേണോ? വേണ്ട. പക്ഷെ നീ പറഞ്ഞ കടല് പോലെ തന്നെയാ എന്റെ ജീവിതം. പക്ഷെ പുതിയ ഒന്നും എനിക്കിനിയില്ല, എന്റെ മക്കളല്ലാതെ. എങ്കിലും ഇപ്പൊ നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നുന്നുണ്ട്. ആ, അത് കൊള്ളാം. നന്ദൂട്ട് എപ്പോഴും പറയും നിന്നെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ലടിയെന്നു. പക്ഷെ ഇപ്പൊ ചേച്ചിക്ക് ഇത്തിരി ആശ്വാസം തരാൻ എന്നെ കൊണ്ട് പറ്റിയില്ലേ? അത് മതി. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. വാ മക്കളെ. അച്ഛൻ കരയായിരുന്നോ? എന്തിനാ അച്ഛൻ കരയുന്നേ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. അച്ഛൻ വെറുതെ പറയാ, കാര്യമില്ലാതെ ആരും കരയത്തില്ല. ആഹാ, രണ്ടുപേരും വന്നിട്ട് നേരെ ഇങ്ങോട്ട് പോന്നോ? പോയി യൂണിഫോം മാറ്റി ചായ കുടിക്കാം. ദേ, അച്ഛൻ കരയുന്ന വക്കില്ലമ്മേ. ഏയ് ചുമ്മാ, അത് അച്ഛന്റെ കണ്ണിൽ എന്തോ കരട് പോയതാ. ആ, രണ്ടാളും ചെല്ലേ പോ. അച്ഛ, ഞങ്ങളിപ്പോ വരാം. വാ അപ്പൂസേ. ജേട്ടാ, കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ തളർന്നു പോകരുത്. പറ്റുന്നില്ലല്ലേ? നെഞ്ചിലാകെ ഒരു വിങ്ങല. ഒരമ്മ പെറ്റതല്ലെന്നറിയാമായിരുന്നിട്ടും ഒരിക്കലും ഞാൻ അവനോടത് കാണിച്ചിട്ടില്ല, അവനെ അറിയിച്ചിട്ടില്ല. അമ്മ അവനെ കൂടുതൽ സ്നേഹിക്കുന്നത് കാണുമ്പോഴായിരുന്നു എന്റെ സന്തോഷം. അവൻ നല്ലതായിട്ട് ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആദ്യം അമ്മയായിട്ട് കാണേണ്ട അവൻ തന്നെ അവളോട് ഈ ക്രൂരത കാണിച്ചില്ലെന്ന് ഓർക്കുമ്പോഴാണ് എങ്ങനെ തോന്നി അവന്. ജേട്ടാ, ഇങ്ങനെ വിഷമിക്കല്ലേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അരുന്ധതിയും ജേട്ടനും രണ്ടു വഴിക്കായി. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു. ഇതുവരെ അറിയാതിരുന്ന ആ സത്യം ജേട്ടന്റെ ഉള്ളിൽ വല്ലാത്ത മുറിവുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കതറിയാം. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാലോ? രണ്ടാം ഭാര്യ. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യം എനിക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണോ ചെയ്തത്? വിജയനെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അരുന്ധതിക്കൊപ്പം നിന്നു. എന്തിനാ? ഒരു സ്ത്രീ എന്ന നിലയിൽ അതെന്റെ കടമയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാ. ലേഖയുടെ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആദ്യയുടെ എന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ലേഖയ്ക്ക് കഴിഞ്ഞല്ലോ. അതെന്തുകൊണ്ടാന്നറിയോ? ജേട്ടനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാ. ജേട്ടനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാ. ഇനി മുതൽ അരുന്ധതി നമ്മുടെ ജീവിതത്തിലെ പാടില്ല. ആ അധ്യായം അവസാനിച്ചു. ഇനി ഒരിക്കലും അവൾ ശങ്കരാലയത്തിലേക്ക് വരില്ല. ഇനിയെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ജേട്ടന് കഴിയില്ലേ? ഞാൻ ശ്രമിക്കാം. ലേഹയെ പോലൊരു പെണ്ണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കുന്നത് ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അത്ര പെട്ടെന്നൊന്നും അരുന്ധതി ജേട്ടന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോവില്ല. അതെനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഈ മനസ്സിൽ എനിക്ക് ഇത്തിരി സ്ഥാനം തരാമല്ലോ. മതി, അത് മതി. ഇനി ഞാൻ പിടിച്ചു കയറിക്കോളാം. ഒടുവിൽ ഈ മനസ്സ് നിറയെ ഞാൻ മാത്രമായി മാറും. അച്ഛൻ വിളിച്ചായിരുന്നോ?
അമ്മയുടെ ചേച്ചിയുടെ അടുത്തുണ്ട്. ഇങ്ങനൊരു അവസ്ഥയിൽ ആശ്വസിപ്പിക്കാൻ സ്വന്തം അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല. നിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താണെന്ന് അച്ഛനറിയാം. എന്റെ മോളോട് അവൻ ചെയ്തു ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ എത്ര വട്ടി വീട്ടിൽ വന്നു? നമ്മൾ ആരും അവനെ മനസ്സിലാക്കില്ലല്ലോ അച്ഛാ. നമ്മളാരും അവനെ മനസ്സിലാക്കിയില്ല, ശരിയാ. പക്ഷേ ഇപ്പോ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതിനൊരു മാറ്റം ഉണ്ടാവണ്ടടാ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളാരാന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണ്ടേ? ഇത്രയൊക്കെ അവളോട് ചെയ്തിട്ട് നമ്മളത് പൊറുക്കണോടാ. അച്ഛനും സഹോദരനും ഉണ്ടായിരിക്കെ ഒരു പെണ്ണിന് ഇത് പറ്റിയിട്ട് അവരത് ചോദിച്ചില്ലെന്ന് പറഞ്ഞ നാണക്കേട് തന്നെയാ. പക്ഷേ അതിനു മുൻപ് നമുക്ക് അവനെ ഒന്ന് കാണണം. ജയിലിൽ പോയി തന്നെ അവനെ കാണണം. നേരെ നോക്കടാ. ഒരച്ഛന്റെ ഉൾക്കരുത്തും ശക്തിയും എന്താണെന്ന് നീ അറിയണം. നീ ഇതിനകത്തായി പോയി. ഇല്ലെങ്കിൽ ഈ നിമിഷം നിന്ന് ഞാൻ കൊന്നേനെ. ജീവിതങ്ങൾ തകർന്നു പോകുന്ന കണ്ട് നീ മറഞ്ഞിരുന്ന് ചിരിച്ചു. ഇവിടുന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ദിവസം നിന്റെ അന്ത്യം. മോളെ, നിന്നെ ആശ്വസിപ്പിക്കാനൊന്നും ഈ ഉമ്മയ്ക്ക് കഴിയില്ല. പക്ഷേ മോളാ ദുഷ്ടനെ കണ്ടുപിടിച്ചല്ലോ. ഒരർത്ഥത്തിൽ എന്റെ മോനാ ഇതിനെല്ലാം കാരണം. എല്ലാം ഞാൻ അനുഭവിക്കേണ്ട വിധിയാ. അതുകൊണ്ടല്ല നൗഫലിന് ആ രാത്രി അവിടെ വരാൻ തോന്നിയത്. ഇത്രയ്ക്ക് ദുഷ്ട മനസ്സോടെയാണോ മോളെ വിജയൻ നിന്നെ ഏട്ടത്തിന്ന് വിളിച്ചു പിന്നാലെ നടന്നത്? മുൻപിലൂടെ ഒരു ശത്രു വന്ന് നമുക്ക് തിരിച്ചറിയാം. പിന്നിലൊരു ശത്രു ഉണ്ടെന്നുള്ള ഒരു കരുതലും നമുക്കുണ്ട്. പക്ഷെ ഒപ്പം കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു നീചനുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല ഉമ്മ. എല്ലായ്പ്പോഴും ചിരിച്ച മുഖം, ഏട്ടത്തേന്നുള്ള വിളി. പക്ഷെ ഉള്ളിൽ തേനിൽ പൊതിഞ്ഞ വിഷമാണെന്ന് അറിഞ്ഞില്ല ഉമ്മ. ഞാൻ മാത്രമല്ല, ആരും അറിഞ്ഞില്ല. മോളെ, നൗഫല് മരിച്ചിട്ട് ഇന്ന് 6 മാസം തികയുക. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു മനസ്സിൽ, എല്ലാം പോയി. ഓനെ കൊന്നവരെ പോലും കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇല്ലുമ്മ, ഇനി എന്റെ ലക്ഷ്യം അതാ. അവനെ കൊന്നവനെ ഞാൻ കണ്ടുപിടിക്കും. അതിനെ അധികം താമസമൊന്നുമില്ല. ഞാനും ചില അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ചില തെളിവുകൾ കൂടി കിട്ടിയാൽ എല്ലാ സംശയവും അതോടുകൂടി അവസാനിക്കും. മോളെ, ഉമ്മയ്ക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഉമ്മ? എല്ലാവരും പറഞ്ഞത് തന്നെയാ, കല്യാണം. ഇതുവരെ നിന്റെ ജീവിതം നശിപ്പിച്ചവരെ കണ്ടെത്താൻ നീ നടന്നു. ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ? എല്ലാ കാലത്തും
നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്ക് അനുയോജ്യനായ ഒരാളെ കണ്ടുപിടിക്കണം. നിന്റെ ഇഷ്ടത്തിന് തന്നെ മതി. പക്ഷേ അതിനി അധികം താമസിക്കരുത്. നന്ദനും ഭാര്യയും നിന്നെ ഒരു ഭാരമായി കരുതില്ല. പക്ഷേ നീ ദുഃഖത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ അവർക്കിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഉമ്മ, സ്നേഹത്തിന്റെ ഒരു കടലിൽ ജീവിച്ചവളാണ്. മറ്റൊന്നും അതിന് പകരമാവില്ല ഉമ്മ. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും ഒരു ഭാരമാവാതെ തന്നെ ജീവിക്കും.